കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ വ്യാപാരി നേതാവുമായിരുന്ന ടി നസറുദ്ദീൻ സാഹിബിന്റെ 3ാം അനുസ്മരണ ദിനം വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ ആചരിച്ചു. യൂണിറ്റ് അംഗങ്ങൾ ഒത്തുചേർന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ വ്യാപാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നസറുദ്ദീൻ സാഹിബിന്റെ ത്യാഗോജ്വലമായ സമര പരമ്പരകളും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംഘടനാ പ്രവർത്തന ശൈലിയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയായി ഏകോപന സമിതിയെ വളർത്തിയതെന്നും അനുസ്മരിച്ചു. തുടർന്ന് ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ട്രഷറർ PS അബ്ദുൽ സലാം, തങ്കച്ചൻ, ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. നസറുദ്ദീൻ സാഹിബിനെ അനുസ്മരിച്ച് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര എഴുതിയ കുറിപ്പും ചടങ്ങിൽ വായിച്ചു. ടി നസറുദ്ദീൻ ദിനമായി ആചരിക്കുന്ന ഈ ദിനം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഒരു പുതുജീവൻ നൽകുന്നു. 1981 ഏകോപന സമിതിയുടെ പിറവി മുതൽ കേരളത്തിലെ ചെറുകിട വ്യാപാരികളുടെ പ്രതീക്ഷയും ആശ്രയവുമായിരുന്നു ടി നസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും. കേരളത്തിലെ 2500-ലധികം വ്യാപാര ഭവനുകൾ എന്ന ആശയം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണമാണ്. ഈ വ്യാപാര ഭവനുകൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു. കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ ആത്മാഭിമാനത്തോടെ നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്ന വ്യാപാരി സമൂഹത്തെ സംഘടിപ്പിച്ച് അവരെ ഒരു ശക്തിയായി വളർത്തിയതിൽ നസറുദ്ദീൻ സാഹിബിന്റെ പങ്ക് വളരെ വലുതാണ്. 1997 സെയിൽസ് ടാക്സ് റെയ്ഡിനെതിരെയും നിയമവിരുദ്ധമായ കടപരിശോധനയ്ക്കെതിരെയും അദ്ദേഹം ശക്തമായ സമരങ്ങൾ നയിച്ചു. ഈ സമരങ്ങളിൽ 59 വ്യാപാരികൾ ജയിൽവാസം അനുഭവിക്കുകയും പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ വിജയം നേടുകയും ചെയ്തു. യൂത്ത് വിങ്ങിനെ അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അവർ നിയമം പഠിക്കണമെന്നും നല്ല വ്യാപാരികളായി വളരണമെന്നും ഉപദേശിക്കുമായിരുന്നു. ഉദ്യോഗസ്ഥരോടും ഭരണാധികാരികളോടും ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി എടുത്തു പറയേണ്ടതാണ്. ടി നസറുദ്ദീൻ സാഹിബിന്റെ വേർപാട് ഏകോപന സമിതിക്ക് വലിയൊരു നഷ്ടമാണ്.